മുൻപത്തെ വഖഫ് അധിനിവേശത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച വിജ്ഞാപനം പുറത്തിറക്കിയതിൽ മുനമ്പത്തെ സമരസമിതിയുടെ പ്രതികരണങ്ങൾ കൂടി പുറത്തുവരികയാണ്. മുനമ്പത്ത് നിന്നും രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, ഇന്ന് തന്നെയായാലും മുനമ്പത്തെ സമരസമിതി സമരവുമായി മുന്നോട്ട് തന്നെയാണ്. കാരണം അവർ മുൻപ് സൂചിപ്പിച്ചതുപോലെ അവർക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉടൻ തന്നെ വേണം. ഒരു മാസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചൊരു തീരുമാനം ഉണ്ടാകണമെന്നുള്ളൊരു കാര്യമാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇപ്പോഴും സർക്കാർ നിലനിൽക്കുന്നത് ഈ 3 മാസത്തെ ആ ഒരു കാലയളവാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാടെന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇതിൽ എങ്ങനെയാണ് ഇപ്പോൾ മുനമ്പത്തെ സമരസമിതി പ്രതികരിക്കുന്നത്? ഈ നിലവിൽ വിജ്ഞാപനം പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്, പ്രതീക്ഷയുണ്ട്. അതായത് 3 മാസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് ജുഡീഷ്യൽ കമ്മീഷൻ സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് ഈ വിജ്ഞാപനത്തിലടക്കം പറയുന്നത്. അത് പ്രതീക്ഷാവഹമാണെന്നാണ് നിലവിൽ പള്ളി വികാരി അതോടൊപ്പം തന്നെ മുനമ്പം സമരസമിതി നേതാക്കളും വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഈ വിജ്ഞാപനത്തിൽ തന്നെ പറയുന്നുണ്ട് ഇതിന്റെ പരിഗണനാ വിഷയങ്ങൾ ഏത് വിധത്തിലാണെന്ന്. അതായത് ഈ ഭൂമിയുടെ കിടപ്പ്, സ്വഭാവം, വ്യാപ്തി, എത്രത്തോളം ഭൂമിയാണ് നിലവിലുള്ളത്, ഇതടക്കം കാര്യങ്ങളായിരിക്കും പ്രാഥമികമായിട്ട് തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ പരിഗണിക്കുക. അതിനുശേഷം എത്രത്തോളം ഈ മുനമ്പം തീരദേശ ജനത, അതായത് പരാതിക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അത് സംബന്ധിച്ചുള്ള ശുപാർശകൾ സർക്കാരിന് സമർപ്പിക്കുക. ഇതൊക്കെ തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷന് മുന്നിലുള്ള പരിഗണനാ വിഷയങ്ങൾ. ഇതിലൊക്കെ പ്രതീക്ഷ അർപ്പിക്കുന്നതായിട്ടാണ് മുനമ്പം സമരസമിതി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ സമരവുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള മുൻ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നിലവിൽ മുനമ്പത്തെ തീരദേശ ജനതയുടെ റിലേ നിരാഹാര സമരം തുടങ്ങിയിട്ട് ഏകദേശം 47 ദിവസം പിന്നിടുകയാണ്. ഒക്ടോബർ 13-നാണ് മുനമ്പം തീരദേശ ജനത ഈ വഖഫ് അധിനിവേശത്തിനെതിരായിട്ടുള്ള റിലേ നിരാഹാര സമരം ഈ പള്ളി അങ്കണത്തിൽ ആരംഭിച്ചു തുടങ്ങിയത്. അതിനിടയിൽ തന്നെയായിരുന്നു സർക്കാർ ഉന്നതതല യോഗത്തിൽ ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം പുറപ്പെടുവിച്ചു. അത് ഔദ്യോഗികമായിട്ട് വിജ്ഞാപനമായി ഇന്ന് ഇറങ്ങുകയും ചെയ്തു. എന്തായാലും അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതായിട്ടാണ് സമരസമിതി നേതാക്കൾ അറിയിച്ചിരിക്കുന്നതെങ്കിലും അവകാശങ്ങൾ അത് സ്ഥാപിച്ചെടുക്കും വരെ സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷ്ണു.